മോഷ്ടിച്ച സ്കൂട്ടർ 2 മാസങ്ങൾക്ക് ശേഷം കള്ളൻ എടുത്തിടത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചു. മോഷ്ടിച്ചത് ഉച്ചയ്ക്ക് പട്ടാപ്പകലാണെങ്കിൽ തിരിച്ചു കൊണ്ടുവച്ചത് രാത്രി 10 മണി കഴിഞ്ഞാണെന്ന് മാത്രം. അതും ഫുൾ ടാങ്ക് പെട്രോൾ ഒഴിച്ചും പഴയ മൊട്ട ടയർ മാറ്റി പുതിയത് വാങ്ങിവെച്ചു. ഇതാണ് നമ്മുടെ വിവാദമായ വണ്ടി. അതായത് മോഷ്ടാവ് തന്നെ മാനസാന്തരപ്പെട്ട് തിരിച്ചേൽപ്പിച്ച വണ്ടി. KL10 AN 8074 ഷാഫിയുടെ മകന്റെ വണ്ടിയാണ്. ഇത് 2 മാസത്തോളമായി. ഇത് നമ്മൾ ഒരിക്കലും തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. കിട്ടുന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ മോഷ്ടിച്ച വണ്ടിയൊന്നും അധികം കിട്ടില്ലല്ലോ. ഞാൻ വന്നപ്പോൾ ഇങ്ങനെ വണ്ടി നോക്കിയപ്പോൾ ഒരു പരിചയമുള്ള വണ്ടിന്റെ മാതിരി തോന്നിയപ്പോൾ ഒന്നും കൂടി നോക്കിയപ്പോൾ അതിന്റെ നമ്മുടെ വണ്ടിന്റെ നമ്പർ തന്നെ കണ്ടത്. അപ്പോൾ നമ്മുടെ വണ്ടി CCTV നോക്കിയത്. അപ്പോൾ രാത്രി ഒരു 10:30 മണിക്ക് വണ്ടി കൊണ്ടു നിർത്തിയത്. 10 മണിക്ക് കടടച്ച് പോയപ്പോൾ വണ്ടിയില്ല. 10:30 മണിക്ക് വണ്ടി കൊണ്ടു നിർത്തിയത്. ഇവരെല്ലാവരും രാവിലെ ഞങ്ങളെല്ലാവരും കൂടി വന്നപ്പോൾ കൊണ്ടുപോയതും രാത്രി തന്നെയാണോ? ഒരു വെള്ളിയാഴ്ച ഉച്ചന്റെ ജുമാന്റെ ടൈമിലാണ് കൊണ്ടുപോയത്. പകലിങ്ങനെ കൊണ്ടുപോകാൻ താക്കോലൊക്കെ തന്നെ ഇരിക്കുകയാണോ? ചാവി ആകുമ്പോൾ തന്നെ വെച്ചിരുന്നു. കടന്റെ മുന്നിൽ തന്നെ ആകുമ്പോൾ CCTV ഒക്കെ ഉള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കലില്ല. വണ്ടി നേരെ കൊണ്ടു നിർത്തി അങ്ങനെ പോയാലായിരുന്നു. അത്യാവശ്യക്കാരെ കൊണ്ടുപോയതാണോ? കാരണം തിരിച്ചു വന്നപ്പോൾ ഫുൾ പെട്രോളും ടയറൊക്കെ മാറ്റിയത് വരുന്നില്ലേ? ടയറും മാറ്റിയിട്ട് കാണുന്നുണ്ട്. പെട്രോളും ഉണ്ട്. നമുക്ക് കൊണ്ടെടുക്കാനുള്ള എണ്ണ ഉണ്ടെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ടയറുമായിട്ടാണോ നേരത്തെ ഉണ്ടായിരുന്നത്? അത് ബാക്കിലെ ടയർ കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ പുതിയ ടയർ ഉണ്ടായിരുന്നു. നമ്മൾ ബുദ്ധിമുട്ടാക്കിയിട്ടില്ല. ആള് 30 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ കൊടുക്കുന്നതെന്നാണ് വിചാരിക്കുക.